തിരുവനന്തപുരം RCCയിൽ വരുന്ന നിർധനരായ ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജാതിമത വ്യത്യാസമില്ലാതെ താമസവും ഭക്ഷണവും നിരവധി വർഷങ്ങളായി നൽകി വരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തിരുവനന്തപുരത്തുള്ള ലൂർദ് മാതാ കെയർ ഹോം ശ്രദ്ധേയമാകുന്നു. നിർധനരായ 120ഓളം ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യ താമസം, ഭക്ഷണം, ആംബുലൻസ് സൗകര്യം, വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസേന ഭക്ഷണ വിതരണം, ചികിത്സാ സഹായങ്ങളടക്കം ഒട്ടേറെ സേവനങ്ങളാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ലൂർദ് മാതാ കെയർ ഹോം നൽകി വരുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം രക്ഷാധികാരിയായ ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് എതിർവശം PT ചാക്കോ നഗറിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ലൂർദ് മാതാ ക്യാൻസർ കെയർ സെന്റർ. നിർധനരായ 120ഓളം ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യ താമസം, ഭക്ഷണം, ആംബുലൻസ് സൗകര്യം, വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസേന ഭക്ഷണ വിതരണം, ചികിത്സാ സഹായങ്ങൾ, രക്തദാന സേവനം, കൗൺസിലിംഗ് തുടങ്ങി ഒട്ടേറെ സേവനങ്ങളാണ് ലൂർദ് മാതാ കെയർ നൽകി വരുന്നത്. രോഗങ്ങളെല്ലാം മനുഷ്യനെ വിഷമിപ്പിക്കുന്നതെന്നും മറിച്ച് ആരുമില്ല എന്ന തോന്നലാണെന്നും സഭയുടെ ഏറ്റവും മിഴിവാർന്ന മുഖമാണ് കാരുണ്യത്തിന്റെ മുഖമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ഷക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ഈ തലസ്ഥാന നഗരിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഒത്തിരിയേറെ വേദനിക്കുന്നവർ എത്തിച്ചേരുന്നത് നമ്മുടെ RCCയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒക്കെയാണ്. അവിടെ എത്തുന്ന ക്യാൻസർ രോഗികൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നവർക്ക് ഒരു വലിയ അത്താണിയായിട്ട് തീരുകയാണ് ലൂർദ് മാതാ കെയർ. അത് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട തടത്തിലച്ഛൻ്റെയും സോണി മുണ്ടുകണക്കിലച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിലാണ്. അത് പണിതുയർത്തിയത് ബഹുമാനപ്പെട്ട മാണി പുതിയുടെ അച്ഛനും അതിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട റോണി മാളികലച്ഛനും കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ അത് മോഹൻ ചുവരുവടിയച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ അച്ഛൻ. വ്യത്യസ്തരായ വ്യക്തികളിലൂടെ ഈ മിഴിവാറുന്ന കാരുണ്യത്തിൻ്റെ മുഖം അനേകരിലേക്ക് എത്തുകയാണ്. അവിടെ ഏതാണ്ട് 100ഓളം ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി വളരെ സന്തോഷത്തോടെ കഴിയാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുകയാണ്. തലസ്ഥാന നഗരിയിലെ സീറോ മലബാർ സഭയുടെ ഒരു വലിയ സേവന കേന്ദ്രമായി ലൂർദ് മാതാ കെയർ മാറും. ലൂർദ് മാതാ കെയർ ഹോമിലെ രോഗികളും കൂട്ടിരിപ്പുകാരും തങ്ങളുടെ അനുഭവങ്ങളും നല്ല ഓർമ്മകളും പങ്കുവച്ചു. ഇങ്ങനൊരു സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒരു വിധത്തിലും മുന്നോട്ട് പോകില്ലായിരുന്നു. കാരണം ഹസ്ബൻഡിനും ഞങ്ങൾ രണ്ടുപേരും കൊച്ചായത് കാരണം രണ്ടുപേരും ജോലി ഉപേക്ഷിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓരോ ആവശ്യത്തിനും വന്ന 1 മാസത്തോളം കൊച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോഴായാലും 10-14 ദിവസം കൂടി ഇടവിട്ട് കീമോ വരുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വയറുവേദന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയില്ല. പിന്നെ എൻ്റെ മൂത്ത കൊച്ചിനും ചെറിയൊരു അസുഖങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു വീട് എങ്ങനെയാണോ അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ചാപ്പലുണ്ട്. മാതാവിൻ്റെ മുന്നിൽ പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാവ് സഹായിച്ചു തരും. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എന്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏത് പാതിരാത്രിക്കായാലും കൊച്ചിനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഏതൊരു രോഗിക്കും ഒരു ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാൽ ഇവിടെ നമുക്ക് അതിന് ബ്രദർമാരുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റർ നഴ്സാണ്. അപ്പം എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് തുറന്ന് പറയാം. ഇവർ ഒരു 5 പൈസ പോലും നമ്മളോട് ചോദിക്കുന്നില്ല. നമുക്കെല്ലാം ഫ്രീ ആയിട്ടാണ്. ഫുഡ് ഫ്രീ ആയിട്ടാണ്, താമസ സൗകര്യം ഫ്രീ ആയിട്ടാണ്, എല്ലാം ഫ്രീ ആയിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ താമസിക്കാൻ നല്ല സൗകര്യം. ഞാൻ വീട്ടിൽ താമസിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. കാരണം ഫുഡാണെങ്കിലും ചൂടോടെ സമയങ്ങളിൽ, പിന്നെ അച്ഛനെ സിസ്റ്റേഴ്സൊക്കെ നല്ല കെയറിങ്. 8 മാസമായി. അതിന് ഫെബ്രുവരിയിൽ വന്നിട്ട് 2.5 മാസം നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ഇതിപ്പോൾ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് മോനെയും കൊണ്ട് 2ാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് വേറെ അസുഖത്തെക്കുറിച്ച് ഏതുവരും ഇങ്ങനെ ചിന്തിച്ച് കുത്തിരുന്ന് ടെൻഷൻ അടിക്കുന്ന ആ ഒരു മൂഡ് നമുക്കിവിടെ വരുന്നില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ അസുഖം നമ്മുടെ അതൊന്നും അല്ല എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും വരും. തിരുവനന്തപുരം ജില്ലയിൽ നിരവധിയായ ഉപവി പ്രവർത്തനങ്ങളിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഏർപ്പെട്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തും അവർക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീടെടുത്ത് ചെറിയ തോതിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത തങ്ങളുടെ അജപാലന ദൗത്യം തലസ്ഥാന നഗരിയിൽ ആരംഭിച്ചത്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം RCCയിൽ ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് പേർക്ക് സൗജന്യ താമസവും ഭക്ഷണവും ദൈവകൃപയാൽ തങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ലൂർദ് മാതാ കെയർ ഹോം ഡയറക്ടർ ഫാദർ മോബൻ ചൂരവടി പങ്കുവച്ചു. അനേകം ആളുകൾക്ക് ഇവിടെ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് അത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും, കേരളത്തിനകത്ത് കാസർഗോഡ് നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ധാരാളം വരാറുണ്ട്. വന്നു കഴിയുമ്പോൾ അവരുടെ വലിയൊരു പ്രശ്നമാണ് ഇവിടെ വന്ന് താമസിക്കാനായിട്ടുള്ള സ്ഥലവും മറ്റുമില്ല. ഇവിടെ വന്ന് ഒരു ദിവസത്തെ ലോഡ്ജിന് വേണ്ടിയിട്ട് ഏറ്റവും അതായത് സൗകര്യങ്ങൾ കുറഞ്ഞ ലോഡ്ജിന് പോലും 400, 500, 600 രൂപ. സാധാരണ ഒരു ലോഡ്ജ് കിട്ടണമെങ്കിൽ 800 രൂപയെങ്കിലും ദിവസേന അവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അന്നത്തെ വൈദികരെ നിശ്ചയമായിട്ടും ഏറെ ഇരുത്തി ചിന്തിപ്പിച്ചതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയും ആളുകളെ പരിചരിക്കാമായിരുന്നല്ലോ. 2016 മുതൽ ഇന്നോളം ഒരു 12,000 രോഗികളെങ്കിലും നമുക്ക് ഈ സ്ഥാപനത്തിൽ പല സമയങ്ങളിലായി നമുക്ക് താമസിപ്പിക്കാനും അവരുടെ ആവശ്യം നിറവേറ്റുവോളം അവരെ ഇവിടെ താമസിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ താമസിപ്പിക്കുന്നത് രോഗിയെയും രോഗിയുടെ കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ ആരാണോ ബൈസ്റ്റാൻഡറായിട്ട് വരുന്നത് അങ്ങനെയുള്ള ആളുകളെയുമാണ്. എന്നാൽ വളരെ ചുരുക്കമായിട്ടെങ്കിലും ആ ബൈസ്റ്റാൻഡറോടൊപ്പം ഒരു ബൈസ്റ്റാൻഡറെ കൂടെ നിർത്തേണ്ടി വരും. ഇവിടെ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ക്യാൻസർ ബാധിതയായിട്ടുള്ള കുഞ്ഞിനെയും കൊണ്ട് ഉൾപ്പെടെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് മാതാപിതാക്കൾ 2 പേരും ഈ കുഞ്ഞിൻ്റെ കൂടെ കാണേണ്ട സാഹചര്യം ഉണ്ടാകും. ഇവിടെ വരുമ്പോൾ 1-2 ദിവസത്തേക്കല്ല ഇവിടെ താമസിക്കുന്നത്. കീമോതെറാപ്പി ചെയ്യാനും റേഡിയേഷനും അതുപോലെ സർജറി നടത്താനും ഒക്കെ ആയിട്ടാണ് അവർ വരിക. ഇതൊരു ലോഡ്ജ് അല്ലെന്നും രോഗികൾക്ക് സൗജന്യമായി ജാതി മത വ്യത്യാസമില്ലാതെ ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ടെന്നും ഫാദർ മോബൻ പറയുന്നു. വളരെ ജെനുവിനായിട്ടുള്ള അർത്ഥമുള്ള ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടാൻ തിരുവനന്തപുരത്ത് വന്നതിലൂടെ എനിക്കും സാധിച്ചു. രൂപതയുടെ ശുശ്രൂഷയുടെ ഭാഗമാകാനായിട്ട്. ഞാൻ വന്നതിന് ശേഷം 6 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ, ജോഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടി മുതൽ മുകളിലോട്ട് പ്രായത്തിലെ 80-82 വയസ്സുള്ള പേഷ്യൻറ്റിനെ വരെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ലോഡ്ജല്ല, മറിച്ച് ഇത് രോഗിക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലമാണ്. സൗകര്യപ്രദമായി RCCയിൽ പോയി ചികിത്സ നേടി തിരികെ വന്ന് വീണ്ടും അടുത്ത ചികിത്സ നൽകുന്ന ദിവസം വരെ കാത്തിരിക്കാനും ആ ദിവസം ചികിത്സ തേടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം രോഗിയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. രോഗിക്ക് വേണ്ടി ഒരു കൂട്ടിരിപ്പുകാരിയെ കൂടി അനുവദിക്കുന്നു സ്വാഭാവികമായി. ക്യാൻസർ രോഗികളുമായി അടുത്തിടപഴകിയപ്പോഴുള്ള അനുഭവങ്ങളും ഫാദർ മോബൻ ഓർത്തെടുത്തു. അച്ഛാ, എന്തെങ്കിലും മരുന്ന് തന്ന് കൊന്നു തരാമോ എന്ന് പോലും അസഹ്യമായ വേദനയ്ക്കിടയിൽ ചോദിച്ചിട്ടുള്ളവർ ഉണ്ട്. 20 ദിവസം പോലും മുന്നോട്ടേക്ക് ജീവിക്കുകയില്ല എന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ കെയർ സെൻ്ററിലെ ഡോക്ടർ പറഞ്ഞ ഒരു പേഷ്യൻ്റ് 2 ആഴ്ചകൾ പോലും എടുക്കുന്നതിന് മുൻപ് ഏതാണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പ് രോഗിയായിരുന്നയാൾ പതുക്കെ വീൽ ചെയറിലേക്ക് ആകാനും, ഇപ്പോൾ ആൾ വയനാട് പുൽപ്പള്ളിയിൽ നിന്നുള്ള ഒരു സഹോദരിയാണ്. ഇപ്പോൾ വളരെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നതും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ദൈവ പരിപാലനയിൽ ആശ്രയിച്ചാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് തിരുവനന്തപുരം SCT ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണ വിതരണവും ലൂർദ് മാതാ കെയറിലെ വൈദികരുടെയും സന്യസ്തരുടെയും നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്നവർക്ക് ആശ്വാസമായി തീരുന്ന ഒരു സ്ഥാപനമാണിത്. ഫാദർ ഫിലിപ്പ് കുര്യനാണ് ലൂർദ് മാതാ കെയർ ഹോമിന്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ. തന്റെ അമ്മയുടെ ക്യാൻസർ രോഗത്തിന്റെ അനുഭവം ലൂർദ് മാതാ കെയർ ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് പങ്കുവച്ചു. എൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു. ക്യാൻസറിന്റെ അതേ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയതാണ്. ഏകദേശം ഒരു 2-3 വർഷത്തെ ട്രീറ്റ്മെന്റിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ എൻ്റെ അമ്മ ക്യാൻസറിൻ്റെയൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റിലൂടെയൊക്കെ കടന്നു പോയപ്പോഴത്തേക്കും അത് ഒത്തിരി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച് 1 വർഷം കഴിഞ്ഞ ഉടനെയാണ്. അപ്പം പ്രാർത്ഥനയിലൂടെ മാത്രം സൗഖ്യപ്പെട്ടതാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അവസാനത്തേക്ക് ഒരു 2nd സ്റ്റേജ് 3rd സ്റ്റേജിലേക്കൊക്കെ ആയിരുന്നു ആ ഒരു ക്യാൻസറിന്. അപ്പം ഇങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ പ്രത്യേകിച്ച് RCCയിലെ റേഡിയേഷൻ്റെ സമയത്ത് ഇവിടെയാണ് അമ്മയും നിന്നിരുന്നത്. അപ്പം അമ്മയൊക്കെ പറഞ്ഞുള്ള അനുഭവമാണ്. കാരണം ഞാൻ പള്ളിയിലാണ്, എനിക്ക് എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ വരുമ്പോഴും പറയുന്നത് ഇവിടുത്തെ പ്രാർത്ഥനകളും അച്ഛന്മാരുടെ സാന്നിധ്യവുമൊക്കെ പലപ്പോഴും അവർക്ക് ദൈവത്തിൽ കൂടുതൽ ആഴമായി വിശ്വസിക്കുവാനായിട്ടും രോഗസൗഖ്യത്തിനുമൊക്കെ അത് ഇടയാക്കിയിട്ടുണ്ടെന്ന് പറയാനായിട്ടിടയായിട്ടുണ്ട്. ആശുപത്രിയിൽ സേവനം ചെയ്യുന്നതിനേക്കാൾ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നതിലെന്ന് ലൂർദ് മാതാ കെയറിൽ ശുശ്രൂഷ ചെയ്യുന്ന ASMI സന്യാസിനി സമൂഹാംഗമായ നേഴ്സായ സന്യാസിനി പറയുന്നു. ഞാൻ 12 വർഷം ജർമ്മനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 15 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു.
ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിയുമ്പം, ഇവരുടെ രോഗാവസ്ഥയും മാതാപിതാക്കളുടെ ദുഃഖം അവരോട് കൂടെയുള്ളത്. ഞാനും ആദ്യകാലങ്ങളിലൊക്കെ കരഞ്ഞു പോകുമായിരുന്നു ഇവരുടെ അവസ്ഥ കാണുമ്പം. പക്ഷേ കൂടെയുള്ളവർ, ഞങ്ങൾ സ്റ്റാഫ് മറ്റുള്ളവരൊക്കെ പറയും നമ്മളാണ് പിടിച്ചു നിന്നവർക്ക് ശക്തി പകർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ എനിക്ക് പ്രാർത്ഥന ഒത്തിരി ഇവർക്ക് വേണ്ടി പണ്ടത്തേലും ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാനൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് വേണ്ടി ഞാൻ 5 മിനിറ്റ് കിട്ടിയാലും ഇവർക്ക് വേണ്ടി ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അനുഭവം ഒത്തിരി എനിക്ക് അവരോട് കൂടി ആയിത്തീരുവാനായിട്ട് ഒത്തിരി സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടിനടുത്ത് കൊല്ലങ്കാവ് കേന്ദ്രീകരിച്ച് മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മദർ തെരേസ ഓൾഡ് ഏജ് ഹോം ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമാണ്. അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹാംഗമായ സിസ്റ്റർ ദിവ്യയാണ് മദർ തെരേസ ഓൾഡ് ഏജ് ഹോമിന്റെ ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ. വഴിയിൽ അലഞ്ഞു തിരിയുന്നവർ ഉൾപ്പെടെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പ്രായമായ സ്ത്രീകളെയാണ് ഇവിടെ താമസിപ്പിച്ച് സംരക്ഷിച്ചു പോരുന്നത്. ചങ്ങനാശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അപ്പസ്തോലിക് സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സമൂഹത്തിലെ സന്യാസിനിമാരാണ് ഈ ഭവനത്തിലെ അമ്മമാരെ പ്രാണന തുല്യം സ്നേഹിച്ച് പരിചരിച്ചു വരുന്നത്.